India, the range is anywhere between 13,000 to 15,000 every year. Which means that every day there is at least 35 to 41 youths committing suicide. ഏകദേശം 35 മുതൽ 45 വരെയുള്ള യുവജനങ്ങൾ ഒരു ദിവസം ആത്മഹത്യ ചെയ്യും. And if you break that down further, it means that at minimum there is one suicide in a youth happening every hour. അത് കാണിക്കുന്നത് എങ്ങനെയാണ്? ഒരു മണിക്കൂറിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യും. There is one more soul that is being lost. ഒരു ആത്മാവ് കൂടി നഷ്ടപ്പെടുന്നതാണ് അർത്ഥം. And the reasons for this vary from pressure in exams, in relationships, family issues. ഇത് പരീക്ഷയിലെ പ്രശ്നങ്ങളുണ്ട്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല പ്രശ്നങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. But it all comes down to them feeling trapped. ഇതെല്ലാം അവരെ ഒരു പ്രത്യേക കുഴിയിലേക്ക് അല്ലെങ്കിൽ ചില അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. They don't have any way out. അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയില്ലാതെ തീരും. When we play the game of chess, this feeling of when you are trapped, it's called a checkmate. നമ്മൾ ചെസ് കളിക്കുമ്പോൾ ഒരു ചെക്ക്മേറ്റ് വെക്കുമ്പോൾ ട്രാപ്പ് ആകുന്ന പോലെ, ഒരു തടവിലാകുന്ന പോലെയാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. There are no more moves left, game is over. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ ആ ജീവിതം അല്ലെങ്കിൽ ആ ഗെയിം അവിടെ അവസാനിക്കുകയാണ്. So there is a very famous story about a painting that was being hung in one gallery. ഒരു പ്രശസ്തമായ ഒരു ഗാലറിയിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. The title of that painting is called Checkmate. ആ പെയിന്റിംഗിന്റെ തലവാചകം എന്ന് പറയുന്നത് ചെക്ക്മേറ്റ് എന്നാണ്. It was painted by Frederick Moritz Orgelsweis, a famous painter. ഒരു ഫേമസ് പെയിന്ററായ ഫ്രെഡറിക് മോറൈൻ എന്ന വ്യക്തിയാണ് പെയിന്റ് ചെയ്തത്. So the scene is there is a young man sitting across the chessboard from the devil. ഒരു യുവാവായ വ്യക്തി ഒരു ചെസ് ബോർഡിന് they're playing devil versus young man. ഒരു ഡെവിളും അല്ലെങ്കിൽ ഒരു യുവാവും തമ്മിൽ കളിക്കുന്നു. And the devil is leaning forward and he is winning. ആ ഡെവിള് അല്ലെങ്കിൽ ആ പൈശാചിക ശക്തി മുൻപോട്ട് പോകുന്നു, അവസാനം വിജയം കൈവരിക്കും. There are more pieces of his team on the board than the youth. ആ യുവാവായ വ്യക്തിയേക്കാൾ കൂടുതൽ പീസ്, അതായത് കരുക്കൾ ആ ബോർഡിൽ അവശേഷിക്കുന്നുണ്ട് ഈ പൈശാചിക അല്ലെങ്കിൽ പിശാചിന്റെ. And the man has a face of despair, as of that he's lost, sadness. ഈ യുവാവിന്റെ മുഖത്ത് പരാജയത്തിന്റെ പ്രതിഫലമാണ് കാണുന്നത്. And it is like a checkmate. So they think, and for a lot of years, everyone thought that the man has no more moves to make. The devil has won. അനേക വർഷങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ വ്യക്തിക്ക് ഇനി മുമ്പോട്ടൊരു യാത്രയില്ല, ഈ പിശാചിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്കാണ് വിജയം, അത്യധിക വിജയം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. And one day there was a group of Olympic level athletes at the top of their game. They were invited to go to this museum. എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അത്ലറ്റിക് ചില ആളുകൾ അവരെ രണ്ടുപേരെയും ഒരു മ്യൂസിയത്തിലേക്ക് വിളിച്ചു. It was a group. They were from different sports. In different sports, they were top people. പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന പല ഗ്രൂപ്പുകളുള്ള ആളുകളാണ് അവിടെ വന്നത്. And among them was a chess grandmaster. അതിലൊരു വ്യക്തി ചെസ്സിൽ വളരെ അഗ്രഗണ്യനായ വ്യക്തി ഉണ്ടായിരുന്നു. So when he came to this painting, he was looking at it. അദ്ദേഹം ഈ പെയിന്റിംഗിന്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇതിനെ നോക്കിക്കൊണ്ടിരുന്നു. And everyone else and the person in the museum explained the painting, showed everything, and told that it is the man is in a losing position. മറ്റെല്ലാ ആളുകളോടും ഈ വ്യക്തി ഒരു പരാജയനാണെന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, വിശദീകരിച്ചുകൊണ്ടിരുന്നത്. And they went on to the next painting. അവരെല്ലാം അടുത്ത പെയിന്റിംഗ് കാണുവാനായിട്ട് മുൻപോട്ട് പോകുന്നു. But the grandmaster stood there. എന്നാൽ ഈ അഗ്രഗണ്യനായ ചെസ്സറിനായ വ്യക്തി അവിടെ നിൽക്കുവാനാണ് ഇടയായിരുന്നത്. And then when they noticed he was not coming, they came back. ഇദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് മറ്റുള്ള ആളുകൾ പുറകിലേക്ക് വന്നു. And they asked him, why are you still standing here? അവർ ചോദിച്ചു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? And he said, അദ്ദേഹം പറഞ്ഞു, either you have to change the name of this painting, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പെയിന്റിംഗിന്റെ പേര് മാറ്റണം,
or you have to change the painting. അല്ലെങ്കിൽ നിങ്ങൾ ഈ പെയിന്റിംഗ് തന്നെ മാറ്റണം. And they asked, why do you say that? അവർ ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? And he said, you know who I am? നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണ്? And they said, yes, you are the chess grandmaster. Yes, നിങ്ങൾക്കറിയാം ഈ ചെസ്സിൽ വളരെ മികവിനായ മനുഷ്യനാണ്. And he said, what he said was, you call this painting a checkmate, but the king has one more move. നിങ്ങൾ ഈ പെയിന്റിംഗ് ഒരു ചെക്ക്മേറ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഇല്ലാത്ത രീതിയിൽ നിൽക്കുവാണ്. എന്നാൽ ആ ചെസ് ബോർഡിലെ രാജാവിന് ഇനി ഒരു മൂവ് കൂടി മുൻപോട്ട്, ഒരു പ്രാവശ്യം കൂടി മുൻപോട്ട് പോകാനായിട്ട് കഴിയും. The man has not lost yet. His king has one more move. ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇനി മുൻപോട്ട് പോകാൻ കഴിയും. അദ്ദേഹം പരാജിതനായിട്ടില്ല. So it's no longer a checkmate, it's just a check. അതൊരു ചെക്ക്മേറ്റ് അല്ല, അതൊരു ചെക്കാണ്, അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നതാണ്. And the story goes that when they said that no, you're wrong, he told them to bring a board and he played every one of them and he defeated them in that same setting. അദ്ദേഹം ഉള്ള ആ സെറ്റിംഗ്സ് വെച്ചുകൊണ്ട് താൻ മുൻപോട്ട് കളിക്കാൻ ഇടയായിരുന്നു, താൻ വിജയിക്കാൻ ഇടയായിരുന്നു. So I'd like to start with that. Sometimes we might feel that we are sitting at the end of a table and we are losing. എനിക്ക് ഈ ഒരു ചിന്തയോടുകൂടി ആരംഭിക്കാനായിട്ട് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെക്ക്മേറ്റ് ആയിട്ട് മുൻപോട്ട് പോകാൻ സാധ്യതയില്ലാതെ നിൽക്കേണ്ടതായിട്ട് നമുക്ക് വരും. You might feel like your health or your family or your future is in checkmate. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യമായിരിക്കും, നമ്മുടെ കുടുംബമായിരിക്കും, നമ്മുടെ ഭാവിയായിരിക്കും നമ്മൾ ഒരു തടസ്സമായിട്ട് നിൽക്കാൻ നമുക്ക് തോന്നാം. But what I want to say today is the king has one more move. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഒരു രാജാവ് അല്ലെങ്കിൽ ആ രാജാവിന് ഒരു മൂവ് കൂടി മുൻപോട്ട് ഉണ്ട്. When we study the board of the Bible, we see that God has 4 specific types of moves that he uses. നമ്മൾ ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 4 moves. 4 നീക്കങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And this is not just that he only has 4 moves, this is just a broad category. ഇതൊരു ചെറുതായ കാര്യമല്ല, ഇതൊരു വലിയ രീതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. So the first move is the subversion move, or when he uses the enemy's strategy against them. Okay, subversion move എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ തന്ത്രം അവർക്ക് എതിരായിട്ട് ഉപയോഗിക്കുക. And the clearest example of this is Joseph. അതിന്റെ യഥാർത്ഥമായ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യോസേഫാണ്. So if we turn the verse that we can turn to is Genesis 50 verse 20. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം നാം വായിക്കുകയാണെങ്കിൽ ദോഷം വിചാരിച്ചു, ദൈവം വഴികൊണ്ടതുപോലെ അതിനെ ഗുണമാക്കി. You intended to harm me, but God intended it for good to accomplish what is now being done, the saving of many lives. And we know Joseph was sold into slavery by his brothers. യോസേഫ് തന്റെ സഹോദരന്മാർ അടിമയായിട്ട് വിൽക്കപ്പെട്ടു. But God used that very slavery and that very prison to put Joseph on the throne of Egypt. എന്നാൽ യോസേഫിനെ അടിമത്തത്തിൽ നിന്നും തന്നെ ഇസ്രായേലിന്റെ കിരീടത്തിലേക്ക് പോകാൻ ഇടയായിരുന്നു, ഈജിപ്തിലെ. So that is that, and we can see other examples in Esther 7 BC about Haman. നമുക്ക് എസ്തേർ 7-ാം അധ്യായത്തിൽ നമുക്ക് ഹാമാനെ കുറിച്ച് കാണാനായിട്ട് കഴിയും. Haman built the whole gallows to kill Mordecai, but ultimately he was hung on the same thing. ഹാമാൻ മൊർദെഖായിക്കെതിരെ തന്നെ കൊല്ലുവാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഉണ്ടാക്കാനായിട്ട് അന്തിമമായിട്ട് ഹാമാൻ തന്നെ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. Samson, ശിംശോനെ കുറിച്ച് the Philistines thought they neutralized him, but God used him even at the last moment to kill more Philistines than he had ever done when he was in full strength. ഫിലിസ്ത്യരെ അന്ന് വരെ കൊന്നതിനേക്കാൾ അധികമായിട്ട് കൊല്ലുവാനായിട്ട് ദൈവം തന്നെ ഉപയോഗിക്കാനിടയായിട്ടുണ്ട്. So what the enemy meant to break you, എന്താണ് ശത്രു നമ്മളെ തകർക്കുക എന്നത് അർത്ഥമാക്കുന്നത്? God is going to use that to build you.
ദൈവം അതിൽ നമ്മെ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായിട്ട് തീരും. So your exile is actually your exaltation in disguise. Exile in the Malayalam എനിക്ക് അറിയില്ല. പ്രദേശവാസം. നിങ്ങളുടെ പ്രദേശവാസം is actually your exaltation അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് തീരും in disguise. ഈ ഒരു സാഹചര്യത്തിൽ. The next move is the creative move. അടുത്ത മൂവ് എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിക്കുന്ന ഒരു മൂവാണ്. Yes. It's in Latin it's called the ex nihilo, which means out of nothing. അല്ലാതെ ex nihilo എന്ന് പറഞ്ഞാൽ അത് ഒന്നിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. Yes. When there is no pieces left on the board, God creates a new one. ഒന്നുമില്ലാത്ത സ്ഥലത്ത് ദൈവം ഒരു പുതിയ സാധനത്തെ നിർമ്മിക്കുന്നു. An example for this is in 2 Kings chapter 4. നമുക്ക് ഇതിന്റെ ഒരു ഉദാഹരണം 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. We are seeing the story of the widow's oil. നമുക്ക് ഇവിടെ ഒരു വിധവയുടെ എണ്ണയെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. She had nothing left, അവിടെ ഒന്നും അവശേഷിച്ചിരുന്നില്ല. just a jar of oil and a debt that she could not repay. അവളുടെ ഒരു ജാർ എണ്ണയും കുറച്ച് മാവും ഉണ്ടായിരുന്നു. But God didn't just manage that oil; He multiplied it. ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. So He created flow from an empty vessel. ദൈവം അതിനെ ഒന്നുമില്ലാത്ത ഒരു പാത്രത്തിൽ നിന്നും നിർമ്മിക്കാൻ ഇടയായിട്ട് തീർന്നു. And we see even in the New Testament the feeding of the 5,000. നമുക്കറിയാം പുതിയ നിയമത്തിൽ 5000 പേരുടെ വിശപ്പുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. He made that from barely enough വളരെ തുച്ഛമായ കാര്യമാണ് ദൈവം അത് നിർമ്മിക്കാൻ ഇടയായിട്ട് തീർന്നത്. to enough അത് അവർക്ക് അതിസമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഇടയായിട്ട് തീർന്നു. and to more than enough. അത് കൂടുതലായിട്ട് ഉണ്ടാവാൻ ഇടയായിട്ട് തീർന്നു. And another miracle that we might often gloss over is in Genesis 18 and Genesis chapter 21 about Abraham and Sarah. മറ്റൊരു അത്ഭുതം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അതിൽ സാറയെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും കാണാനായിട്ട് കഴിയും. Where Sarah's womb was, we can say, dead. There's no more pieces left on the board for her. സാറയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥയിലായിരുന്നു തന്റെ ഗർഭപാത്രം ഉണ്ടായിരുന്നത്. And God created life where it was biologically impossible. എന്നാൽ ജീവശാസ്ത്രപരമായ അസാധ്യം എന്ന് പറയുന്നതാണ് ദൈവം നിർമ്മിക്കുവാനായിട്ട് ഇടയായിട്ട്. The verse that anchors this is in Isaiah 40 verse 29. Isaiah 40 verse 29. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ കാണാൻ കഴിയും. He gives strength to the weary and increases the power of the weak. അവന് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ക്ഷയിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു. So if you feel like you have nothing left, നമുക്കൊരു പക്ഷേ തോന്നുന്നു നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത്, no joy, no strength, no money, നമ്മുടെ കയ്യിൽ നമുക്കൊരു പക്ഷേ സന്തോഷം ഉണ്ടാകത്തില്ല, ഒരു പക്ഷേ പൈസ ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരിക്കത്തില്ല. So you are the perfect candidate for God's creative move. എന്നാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. God specializes in making something out of nothing. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുവാനായിട്ട് ദൈവം അങ്ങനെ ചെയ്ത വ്യക്തിയാണ്. He specializes in that. The next move is the interruption move. അടുത്ത മൂവ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന It's the divine pause. അത് ഒരു വിശുദ്ധമായിട്ടുള്ള Stop. വിശുദ്ധമായിട്ട് നിൽക്കുന്ന തടസ്സം. So this is when the laws of nature say you must sink. ഇത് ലോകത്തിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ മുങ്ങി താഴണം. But God says stop. ദൈവം പറയുന്നു നിങ്ങൾ അവിടെ നിൽക്കുക. So the instance that we can see for this, or let's turn into Isaiah 43 verse 2. നമുക്ക് യെശയ്യാവ് 43-ലേക്ക് പോകണമെങ്കിൽ ഈ സംഭവം കാണാൻ കഴിയും. Isaiah 43 verse 2. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മേലെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല.
When you walk through the fire, you shall not be burned, nor shall the flames scorch you. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകില്ല, അഗ്നിജാലത്തിനെ ദഹിപ്പിക്കുകയില്ല. Which is the miracle that aligns to this verse. ഈ അത്ഭുതം നമ്മൾ ഈ ഒരു വാക്ക് അത്ഭുതമായിട്ട് അറിയേണ്ടതായിരുന്നു. Which instance in the Bible? Shadrach, Meshach and Abednego. നമുക്ക് അത് ശത്രുക്ക് മേശയ്ക്ക് അഭേദരവുന്ന കാര്യത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. So the laws of physics say that they should become ash. അത് ഫിസിക്സിന്റെ നിയമം പറയുന്നു തീർച്ചയായും അത് വെന്തു പോകും. But God didn't put the fire out. He didn't cancel out the fire. ദൈവം ഒരിക്കലും അവിടെ തീയെ അടച്ചില്ല, പക്ഷെ അവർ തീ വീഴേണ്ടിയിരുന്നു. He interrupted the fire's ability to burn them. ദൈവം അവരെ ആ തീയുടെ ജ്വാല നശിപ്പിച്ച് കളയാനുള്ള കഴിവിനെ ഇല്ലാതാക്കി. He stepped into the fire കർത്താവ് ആ തീക്കകത്തേക്ക് വീഴേണ്ടിയായിരുന്നു. as the fourth man, as the fourth person. നാലാമനായിട്ട് വീഴേണ്ടിയായിരുന്നു. So we see the same where God is interrupting the natural order of things to support and to help His children. നമുക്കറിയാം പ്രകൃതിയുടെ ആ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തന്റെ മക്കളെ രക്ഷിക്കാനായിട്ട് വരുന്ന ദൈവം നമുക്ക് കാണാൻ കഴിയും. We see the Red Sea. നമുക്കറിയാം ചെങ്കടലിനെ കുറിച്ച് where He makes a way through the Red Sea. ആ ചെങ്കടലിലൂടെ കൂടെ ദൈവം അവർക്ക് വഴിയൊരുക്കാനായിട്ട് തീർന്നു. Daniel and the lions den. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ നമുക്കറിയാം. Joshua's very extra long day. യോശുവയുടെ ദീർഘകാലത്തെ യാത്രയെ കുറിച്ച് അറിയാം. That one day. ദീർഘദിവസത്തെ. And the storm and the sea when Jesus says peace be still. ഇടിയോട് കടൽ storm in the sea when Jesus says so God may not take you out of the storm today. ദൈവം നമ്മൾ ഒരിക്കലും ആ കാറ്റും കടലിലും പുറത്തല്ല നിർത്തുന്നത്. But he can speak a move of peace that keeps the storm from affecting you. ആ സ്റ്റോം നമ്മളെ അല്ലെങ്കിൽ ആ കാറ്റും കടലും നമ്മളെ ബാധിക്കുന്ന സമയത്തും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ട് കഴിയും. And one of the fourth category is the sovereign shift or the all powerful move. നാലാമത്തെ കാര്യം അതിശക്തമായിട്ടുള്ള ഒരു ചലനമാണ്. It looks like when you are too late, but God reveals a different clock. നമ്മൾ ഒരുപക്ഷെ വളരെ ലേറ്റ് ആയി തോന്നുമ്പോഴും ദൈവം തന്റെ കാര്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. We can see the verse of John 11 verse 40. നമുക്ക് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. യേശു അവരോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. We know what the story is over here. നമുക്ക് ഈ കഥ എന്താണെന്ന് സംഭവം എന്താണെന്ന് അറിയാം. Lazarus has been dead for 4 days. ലാസർ 4 ദിവസം മരിച്ച അവസ്ഥയിലാണത്. Martha says, Lord, if you had been here, my brother would not have died. മാർത്ത പറഞ്ഞു, ദൈവമേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. To Martha the game was over. മാർത്തയുടെ ആ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി. For her the game is over. അവളെ സംബന്ധിച്ച് ആ ഗെയിം പൂർണ്ണമായിട്ട് തീർന്നു. But Jesus waited till it was too late, so that by human standards, so that his move would be divine. എന്നാൽ മനുഷ്യന്റെ ആ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള ഒരു മൂവിന് വേണ്ടി കർത്താവ് അവിടെ വരുന്നത്. And he shifted the atmosphere from a funeral to a resurrection. എന്നാൽ അവിടെ ഒരു ശവസംസ്കാര ചടങ്ങിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അവസ്ഥയിലേക്ക് ദൈവം ആ സാഹചര്യം മാറ്റാനായിട്ട് ഇടയായത്. So God's timing is not our timing. ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സമയമല്ല. Another example is the 400 years of silence between Malachi and Matthew. നമുക്കറിയാം മലാഖിയും മത്തായിയും തമ്മിൽ ഏകദേശം 400 വർഷത്തെ ഒരു നിശബ്ദതയുണ്ട്. In our Bibles, it's just one page turns and we get to the New Testament. എന്നാൽ നമ്മുടെ ബൈബിളിൽ നമ്മൾ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്കാണ് നമ്മൾ കാണുന്നത്. But there is 400 years where there is nothing happening and it seems that everything is lost. എന്നാൽ 400 വർഷം ഈ ചരിത്രത്തിൽ ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല.
So it seems that God has walked away from the board. ഇത് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ ദൈവം എവിടുന്ന് പോയി എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. But in reality, he is moving all the political and linguistic pieces that is needed for Jesus Christ to be born. എന്നാൽ ദൈവം ചെയ്തത് കർത്താവായ യേശുക്രിസ്തു ഇങ്ങോട്ട് വരുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കുകയായിരുന്നു. So we can see, if you look into history, through the Greeks there was a common through the Greek invasion there was a common language that was used across almost the entire world. നമുക്കറിയാം ഈ സമയത്ത് ഗ്രീക്കിൽ ഒരു പൊതുവായ ഭാഷ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. Because that was the language of trade at that point. അത് ട്രേഡ് എന്ന് പറയുന്നത് വ്യവസായത്തിന്റെ ഒരു ഭാഷയാണ്. And after the Roman conquest, they had built extensive roads and interconnectivity between all their areas that they have conquered. എന്നാൽ റോമ സ്വാധീനത്തിന് വന്നപ്പോഴേക്കും അവർ റോഡുകളും പല കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ ഇടയായിത്തീർന്നു. So because of these two things, the gospel was able to propagate very quickly among the entire region. ഈ കാരണത്താൽ ഈജിപ്തിലേക്ക് സുവിശേഷം വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ ഇടയായിത്തീർന്നു. All over the world. അത് ലോകം മുഴുവനായിട്ട്. And so just because a dream or a situation seems like it's dead, ഒരുപക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ തീർന്നു എന്ന് നമുക്ക് തോന്നാം. But our God is a God of the fourth day or the third day. നമ്മുടെ ദൈവം നാലാം ദിവസത്തിന്റെ ദൈവമാണ്. മൂന്നാം ദിവസത്തെ ദൈവമാണ്. He specializes in moves that happens after the deadline. ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ അതിർക്ക് അപ്പുറത്തുള്ള അതിൽ ചെയ്യുന്ന ദൈവമാണ്. And as we were thinking today, being Sunday, when we look at the cross, we see a combination of all these four strategies coming together. എന്നാൽ നാം ഈ ദിവസം ക്രൂശിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാല് കാര്യങ്ങളുടെയും ഒരു കൂടിച്ചേരൽ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. That is the ultimate, it's a very symbolic representation of that checkmate painting. അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു പെയിന്റിംഗ്. The checkmate painting, the cross is another depiction of that. ഈ checkmate painting എന്ന് പറയുന്നത് ക്രൂശിന്റെ മറ്റൊരു ചിത്രീകരണമാണ്. On Friday, what we think is Friday, the devil was winning. The devil thought that he had won. വെള്ളിയാഴ്ച സാത്താൻ വിചാരിച്ചു താൻ വിജയാളിയായിരിക്കും. But as the first move, subversion, God used that very same to bring about the salvation to all mankind. എന്നാൽ കർത്താവ് തന്നെ that same death he used to bring about salvation. തന്റെ മരണത്തിലൂടെ എല്ലാവർക്കും രക്ഷ നൽകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. The creative move, a miracle, he is brought back to life when everything seems over. എന്നാൽ നിർമ്മിക്കുന്ന നിർമ്മിതിയുടെ ആകുന്ന എല്ലാ മനുഷ്യരും അവരുടെ ജീവൻ തിരിച്ചു ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. The interruption move, that is shows the power of God. He stopped death. തടസ്സമുള്ള മൂവ് എന്ന് പറയുന്നത് താൻ മരണത്തെ നിർത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. And the sovereign shift, which is happening after 3 days after the deadline. ആ sovereign shiftല് 3 ദിവസത്തെ ഡെഡ്ലൈൻ വെക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. So after the death, after 3 days, Jesus is coming back to life. 3 ദിവസത്തിന് ശേഷം കർത്താവ് തിരിച്ചു വരാനായിട്ട് ഇടയായിട്ടുണ്ട്. And we can read in Acts 2 verse 24. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. But God raised him from the dead, freeing him from the agony of death, because it was impossible for death to keep its hold on him. ദൈവമോ മരണവാസികളെ അയച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവൻ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. I think Ajichan had mentioned once in a thought that the words in which you said that death cannot hold him. It is impossible for death to hold the creator of the universe itself. അയച്ചാൻ ഒരു ദിവസം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചാൽ ഓർക്കുന്നു, ഒരിക്കലും മരണത്തിന് നമ്മുടെ കർത്താവിനെ പിടിച്ചെടുക്കുവാനായിട്ട് കഴിയത്തില്ല. It is struggling to hold him. മരണത്തിന് കർത്താവിനെ പിടിച്ചെടുക്കുവാനായിട്ട് വളരെ പരിശ്രമിക്കേണ്ടതായിട്ട് വരുന്ന പോലെ അങ്ങനെ സംഭവിക്കാനായിട്ട്. So the resurrection of Jesus Christ is just a miracle. It was a legal move that overturned the enemy's victory. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു അത്ഭുതം മാത്രമല്ല, അത് തന്റെ ഒരു മൂവാണ്, തന്റെ ഒരു മുൻപോട്ടുള്ള ഒരിതാണ്. അത് മരണത്തിന്മേലുള്ള ഒരു വിജയം കൂടിയാണ്. So because our King moved on the third day,
നമ്മുടെ കർത്താവ് നമ്മുടെ രാജാവ് മൂന്നാം ദിവസം മുമ്പോട്ട് പോയതുകൊണ്ട്, as I said before, every checkmate in your life is just a check. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെക്ക്മേറ്റും ഒരു ചെക്കായിട്ട് തടസ്സമായിട്ട് നമുക്ക് നിൽക്കാറുണ്ട്. The greatest tragedy in chess is a forfeit. ചെസ്സിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് തോൽവിയാണ്. A forfeit means you give up. നമ്മള് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. When a player walks away from the board because they think they have lost. കളിക്കുന്ന ആളുകൾ അവര് ആ ബോർഡിൽ നിന്നും വിട്ടുകൊടുക്കുമ്പോൾ they think they have lost. അവര് പരാജിതരായെന്ന് വിശ്വസിക്കുന്നു. Even though a winning move was possible. ഇനിയും ഒരു മുൻപോട്ട് മൂവ് ഉണ്ടെങ്കിൽ പോലും അവർ പരാജിതരായി. So the enemy might say checkmate to you. പലപ്പോഴും നമുക്ക് ശത്രു ഇതുപോലെ ഒരു തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. The doctor might say checkmate. ഡോക്ടർ നമുക്ക് തടസ്സമായി നിൽക്കാറുണ്ട്. The bank might say checkmate. നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് തടസ്സമായി നിൽക്കാറുണ്ട്. Our family, our friends might say checkmate. നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് തടസ്സമായി നിൽക്കാറുണ്ട്. You might feel trapped and you might feel lost. ഒരുപക്ഷെ തോന്നാം നമ്മൾ അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി. But the king says, I have one more move. എന്നാൽ രാജാവ് പറയുന്നു, നിങ്ങൾക്ക് ഇനി ഒരു മൂവ് കൂടി ഉണ്ട്. So the main question is, will you let him play? പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ അവരെ ഈ കളിക്കുവാനായിട്ട് അനുവദിക്കും. Not us, he has to play. നമ്മളല്ല, ദൈവത്തിന് അനുവദിക്കും. And that is where a lot of us as Christians struggle, because we still either want to play or we refuse to hand over the game to him. പലപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകുന്ന കളിക്കുന്നതിന് നമ്മൾ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് നമ്മൾ അതിനെ വേണ്ടായെന്ന് വെക്കും. We forget who is standing behind us. നമ്മൾ പലപ്പോഴും നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് പലപ്പോഴും മറന്നു പോകാൻ സാധ്യതയുണ്ട്. He is not just the grandmaster of the universe. അദ്ദേഹം ഈ ഒരു ഭൂഗോളത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഒരു ഗ്രാൻഡ് അല്ല. He is the designer of the board itself. ഈ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഈ ബോർഡിന്റെ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഡിസൈൻ അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാവാണ്. So even a chess grandmaster is bound by the rules of the board. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആ ചെസ്സിലെ നിയമങ്ങൾ അനുസരിച്ചാണ് പോകുന്നത്. But the designer of the board itself is beyond that. എന്നാൽ ആ ബോർഡ് ഉണ്ടാക്കിയ വ്യക്തിയെ സംബന്ധിച്ച് അതിനപ്പുറമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. So how often today are we still trying to fight our own battles? നമ്മൾ പലപ്പോഴും നമ്മുടേതായ പോരാട്ടങ്ങളോട് തന്നെ നമ്മൾ എതിർത്ത് നിൽക്കാറുണ്ട്. We are not willing to give up control and give it up to the grandmaster who can play it much better. നമ്മൾ പലപ്പോഴും അതിന്റെ നിയന്ത്രണം നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും താല്പര്യം കാണിക്കാറില്ല. We want him to play by our standards. നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മുടേതായ ചില സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. As Subhash was telling in yesterday's Bible class, sometimes we try to limit God to our moves. We want him to play according to our requirements. ഇന്നലെ നമ്മൾ വികാസം കേട്ടതുപോലെ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് നമ്മുടേതായ കാര്യം അനുസരിച്ചാണ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. How can we limit such the creator of the board to play by our rules? എങ്ങനെയാണ് നമുക്ക് സൃഷ്ടിതാവായ ആ ദൈവത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നത്? So I will leave with that final question: will you let him play on your behalf? ഞാൻ ഈ ചോദ്യങ്ങളോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. നാം ദൈവത്തെ കളിക്കുവാനായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിൽ പോകാനായിട്ട് അനുവദിക്കുന്നു. Because even in the darkest of circumstances, ഒരുപക്ഷെ വളരെ അന്ധകാരമായ സാഹചര്യങ്ങളായിരിക്കാം, and you might feel that everything is gone. ഒരുപക്ഷെ നമുക്ക് തോന്നാം എല്ലാം നഷ്ടപ്പെട്ടു എന്ന്. But the king has one more move. എന്നാൽ രാജാവിന് ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ ഒരു മൂവ് കൂടി ഉണ്ട്. And that move will bring you to victory. ആ ഒരു മുമ്പോട്ടുള്ള ആ ഒരു മൂവ് നമ്മെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയാക്കി. May the master's name of the Lord be glorified. ദൈവം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
നീ